മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 2 തിമോത്തി 3:14 നമുക്ക് ധ്യാനിക്കാം. 2 തിമോത്തി chapter 3 verse 14. എന്നാൽ നീ പഠിച്ചിട്ടുള്ളതും ഉറപ്പായി വിശ്വസിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ ആരിൽ നിന്നാണ് പഠിച്ചതെന്ന് ഓർത്ത് അവയിൽ സ്ഥിരമായി നിൽക്കുക. നിസ്സാര കാര്യമായിരിക്കാം, അവയിൽ ജ്ഞാനമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് ഞാൻ പറയുകയാണ്. നസ്രുദ്ദീൻ ഹോജോ വീടിന്റെ മട്ടുപ്പാവിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അയൽവാസിയായ ജമാൽ അവിടേക്ക് വന്നു. അയാൾ അലറി, ഹോജോ തനിക്ക് വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്താണ് കാര്യം? ഹോജോ അലക്ഷ്യമായി ചോദിച്ചു. ഇങ്ങോട്ട് വാടോ, എന്നിട്ട് പറയാം. സ്റ്റെപ്പുകൾ ഇറങ്ങി ഹോജോ താഴെ വന്നു. ജമാൽ ദേഷ്യത്തിലാണെന്ന് മുഖം വ്യക്തമാക്കി. നിങ്ങളുടെ ആ നശിച്ച കാളയുണ്ടല്ലോ, എന്റെ പൂന്തോട്ടം മുഴുവൻ നശിപ്പിച്ചു. ആ കറുത്ത കാളയെ തിരിച്ചു തരണമെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം തരണം. ജമാൽ പറഞ്ഞു, ആഹാ, ഇതാണോ കാര്യം? താൻ മുകളിലേക്ക് വരൂ. നഷ്ടപരിഹാരം നൽകാനാണെന്ന് കരുതി ജമാൽ സന്തോഷത്തോടെ മുകളിലേക്ക് ചാടിക്കയറി. മട്ടുപ്പാവിലെത്തിയപ്പോൾ അയാൾ ചോദിച്ചു, എന്താണ് കാര്യമെന്ന് പറയൂ. ആ കറുത്ത കാളയുണ്ടല്ലോ, അതെന്റേതല്ല. ഇത് പറയാനാണോ താൻ എന്നെ വലിച്ചു മുകളിൽ കയറ്റിയത്? ജമാൽ ദേഷ്യം കൊണ്ട് പല്ലിഞ്ഞെരിഞ്ഞു. ഹോജോ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തന്നെയല്ലേ താനും കാണിച്ചത്? ഒരു കാര്യവുമില്ലാതെ താൻ എന്നെ വലിച്ച് താഴെ ഇറക്കി, ഞാൻ തന്നെ മുകളിലും കയറ്റി. ഇനി സ്നേഹിതന് പോകാം. അതെ, സാമാന്യ ബുദ്ധിയോടെ ഇടപെടുവാൻ നമുക്കാവട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.